തലശ്ശേരി കതിരൂർ സ്വദേശി അനിൽകുമാറിന് അന്ന് പിറന്നാൾ ദിനമായിരുന്നു. ആഘോഷങ്ങൾക്കൊടുവിൽ മകളെയും കണ്ട് കുടുംബത്തോടൊപ്പം മടങ്ങി വരും വഴിയാണ് നടുക്കുന്ന ഓർമ്മകൾ സമ്മാനിച്ച ദുരന്തം. അനിൽകുമാറിനും ഭാര്യയ്ക്കും മകനും ഗുരുതരമായി പരിക്കേറ്റു. പെട്ടെന്ന് എൻ്റെ മുഖത്തേക്ക് ഈ പെട്രോൾ ഒഴിച്ചത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾക്ക് ആകെ മൊത്തം ഒന്നും പറയേണ്ട ഒരു അവസ്ഥയായിരുന്നു. ട്രെയിൻ ആകെ തീ ഗോളത്തിൻ്റെ നടുവിലായിരുന്നു. കത്തിക്കൊണ്ടേയിരിക്കുന്നു, നമ്മൾ കൈയും കാലും ആകെ കത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റ് യാത്രക്കാർ കുടിവെള്ളം എടുത്തിട്ട് ഓരോ സീറ്റിൽ നിന്നിട്ട് വായിലേക്ക് ഒഴിച്ചിരുന്നു. ഈ കത്തുനടുക്ക കൈക്കും എല്ലാടി ഒഴിച്ചിരിക്കുകയായിരുന്നു. മുഴുവൻ പുള്ളി കഴുത്ത്, ഈ മുഖം, ചുണ്ട്, വായെല്ലാം ചുരുങ്ങിപ്പോയി. 2023 ഏപ്രിൽ 2 ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ തീവപ്പുണ്ടാകുന്നത്. ഡൽഹി സ്വദേശിയായ ഷാരൂഖ് സൈഫി എന്ന പ്രതി യാത്രക്കാർക്ക് നേരെ പെട്രോൾ ഒഴിച്ച ശേഷം ആക്രമണം നടത്തുകയായിരുന്നു. 3 പേർക്ക് ജീവൻ നഷ്ടമായ തീവപ്പിൽ 9 പേർക്കാണ് പൊള്ളലേറ്റത്. 1 വർഷം മുൻപ് റെയിൽവേ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുക പോലും പരിക്കേറ്റവർക്ക് ഇതുവരെയും ലഭ്യമായിട്ടില്ല. റെയിൽവേ ട്രൈബ്യൂണലിൽ നമ്മൾ 3 ആളും വേറെ കേസായിട്ട് പോയി. അപ്പോൾ ഇവക്ക് ആ കേസിൽ വിധിച്ചത് 15,000 റുപ്യ. മോനും ചെറിയൊരു പൈസ, അനക്കും ചെറിയൊരു നാമമാത്ര പൈസ. അത് കഴിഞ്ഞ ഒരു ഏപ്രിൽ മാസം വിധിയായതാണ്. ഈ ഒരു കൊല്ലമായിട്ടും ആ പൈസ നമുക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ ചെറിയൊരു ശതമാനമായിട്ട് നമുക്ക് ഇപ്പോൾ ആദ്യം തരുമെന്നാണ് പറയുന്നത്. ഇനി അത് ഫുള്ള് കിട്ടണമെങ്കിൽ ഹൈക്കോടതിയിൽ വേറൊരു പെറ്റീഷൻ കൊടുക്കണം. ഒരു ധനസഹായം കിട്ടിയിട്ടില്ല. റെയിൽവേ പ്രഖ്യാപിച്ച തുക അപര്യാപ്തമായതിനാലാണ് പരിക്കേറ്റവർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നഷ്ടപരിഹാര തുക അനുവദിക്കുമെന്ന് അറിയിപ്പുണ്ടായിരുന്നെങ്കിലും സർക്കാരും പരിക്കേറ്റവരെ മറന്നു. പിന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറയും, നിങ്ങൾ ആ മെഡിക്കൽ കോളേജിലെ ചികിത്സ ചിലവായതിൻ്റെ ബില്ല് ഹാജരാക്കണം. ആ ബില്ല് സർക്കാർ ആ സമയത്ത് സാധാരണ രോഗികൾക്കെല്ലാം കൊടുക്കുമ്പോഴത്തേക്കുള്ള ചികിത്സ പൊതുവേ കൊടുക്കുന്നത്, ആ ചികിത്സ സഹായം നമുക്കും കിട്ടി. അതിന് പ്രത്യേകിച്ച് നമുക്കൊരു ബില്ല് കിട്ടൂലല്ലോ. അപ്പോൾ അത് നമുക്ക് ഹാജരാക്കാൻ കഴിയാത്തതുകൊണ്ട് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇതുവരെ ഒരു പൈസ കിട്ടി. നമ്മൾ ഈ രോദനം കാണാൻ ഒരു സർക്കാരുമില്ല, ഒരു നീതി വീടുമില്ല. മരണത്തിന്റെ വക്കിൽ നിന്നും ജീവിതം തിരികെ കിട്ടിയ അനിൽകുമാറിനെ പോലുള്ളവരെ റെയിൽവേയും സംസ്ഥാന സർക്കാരും കൈയൊഴിയരുത്. ഒരായുസ് മുഴുവൻ വേദന അനുഭവിച്ച് കഴിയുന്നവരാണ്. അവർക്ക് മുൻപിൽ സർക്കാർ പുറംതിരിഞ്ഞു നിൽക്കരുത്. സഹായം ലഭ്യമാക്കണം. കണ്ണൂരിൽ നിന്നും ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.